കുന്നിനു മുകളിൽ കാട് വെട്ടിത്തെളിച്ച സ്ഥലത്ത് താമസമാക്കിയ കുറുപ്പന്മാരെ പിന്നീട് കുന്നയ്ക്കാട്ട് കുറുപ്പന്മാരായി അറിയപ്പെടാൻ കഴിഞ്ഞു. അതായത് നിലയ്ക്കലിൽ ഇന്ന് പള്ളിയറക്കാവ് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് സമീപം അവർ ആരാധിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു പള്ളിയറക്കാവ് ദേവീക്ഷേത്രം. വനമായി കിടന്ന ശബരിമലയിൽ കൊല്ലവർഷം 880, അതായത് AD 1705 പന്തളം രാജാവ് അയ്യപ്പനെ പ്രതിഷ്ഠ ചെയ്തതായി പറയുന്നു. കാലക്രമേണ ശബരിമലയിൽ ധനുമാസം അവസാനം മുതൽ മകരം 6-ാം തീയതി വരെ അയ്യപ്പൻ്റെ കളമെഴുത്തും പാട്ടും മാളികപ്പുറത്തിന് സമീപമുള്ള മണിമണ്ഡപത്തിൽ വയ്ക്കുന്നതിനും മകരവിളക്ക് കഴിഞ്ഞ് നടയടയ്ക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ മാളികപ്പുറത്ത് ദോഷപരിഹാരങ്ങൾക്കും കൈപ്പിഴകളും മറ്റും ക്ഷമിക്കുന്നതിനു വേണ്ടി ഗുരുതിയും, വിഷുവിന് പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം ഗുരുതിയും നടത്തി ദക്ഷിണയും മറ്റും നൽകി പന്തളം രാജാവ് അനുവാദം നൽകിയത് കുന്നയ്ക്കാട്ട് കുറുപ്പന്മാർക്കാണ്. നിലയ്ക്കലിൽ നിന്ന് കുന്നയ്ക്കാട്ട് കുറുപ്പന്മാർ റാന്നിയിലെത്തുകയും താമസം തുടങ്ങുകയും ചെയ്തു. റാന്നിക്ക് സമീപമുള്ള ദേവീക്ഷേത്രങ്ങളിൽ കുന്നയ്ക്കാട്ട് കുറുപ്പന്മാർ കളമെഴുത്തും പാട്ടും നടത്തി വന്നിരുന്നു. അതിൽ റാന്നി തോട്ടമൺ